ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പിസ്സയാണ് കേട്ടോ. സാധാരണ നമ്മൾ പിസ്സ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് വേണം, പിന്നെ ഒരുപാട് പണിയെടുക്കണം. ഇന്ന് നമ്മൾ കുറഞ്ഞ ചിലവിൽ ഒരുപാട് പണിയൊന്നും എടുക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു പിസ്സയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു പിസ്സയ്ക്ക് ചീസ് വേണ്ട, പിന്നെ അതുപോലെ തന്നെ ഈസ്റ്റ് വേണ്ട. ഈസ്റ്റൊക്കെ ചേർത്ത് മാവ് കുഴച്ചിട്ടാണ് നമ്മൾ സാധാരണ പിസ്സ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് മാവ് കുഴക്കാനും പരത്താനും ഒന്നും നിൽക്കണ്ട കേട്ടോ. വളരെ കുറഞ്ഞ ചിലവിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഈ പിസ്സ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ചിക്കൻ ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ചിക്കൻ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ചേർക്കണ്ട. ഞാനിവിടെ 1 കപ്പ് എല്ലില്ലാത്ത കഷ്ണങ്ങൾ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണിൽ കുറച്ച് കൂടുതലായിട്ട് സോയാ സോസ്, പിന്നെ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പിസ്സ സോസും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ പിസ്സയുടെ ആ നല്ലൊരു ഫ്ലേവർ ചിക്കനിലും കൂടെ വരാൻ വേണ്ടിയിട്ടാണ് പിസ്സ സോസ് ചേർത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലുള്ള ഉപ്പൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക. സോയാ സോസിലൊരു ഉപ്പ് രുചി ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് എത്ര സമയം വേണമെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിതൊരു അരമണിക്കൂർ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒരുപാട് എണ്ണ വെച്ച് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ ഒരു ഷാലോ ഫ്രൈ ആണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ ആദ്യം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്നിട്ട് ചെയ്യാം കേട്ടോ. ചിക്കൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചിക്കൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു വൈറ്റ് സോസ് ആണ്. നമ്മൾ ചീസിന് പകരം വൈറ്റ് സോസ് ആണ് ചേർക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഒരു പാനിലേക്ക് ചേർത്തിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ബട്ടർ ചെറുതായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് 1 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, നിർബന്ധമൊന്നുമില്ല. നമുക്കെപ്പോഴും മയോണൈസിലാണെങ്കിലും ഇതുപോലെയുള്ള സോസിലൊക്കെ ഒരു ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണല്ലോ. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ മൈദ ചേർത്തിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാണെങ്കിൽ കുറച്ച് കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുഴപ്പമില്ല, നമുക്ക് ഇതൊന്ന് തണുത്ത് വരുമ്പോൾ മിക്സിയിലിട്ടൊന്ന് അടിച്ച് കട്ടയൊക്കെ മാറ്റിയാൽ മതി. എന്നിട്ട് ഈ മൈദ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്തിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ 2-3 ദിവസം മുമ്പ് ഒരു ബ്രെഡ് വെച്ചിട്ടൊരു സ്നാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് ഈ ഒരു വൈറ്റ് സോസ് ചേർത്തിട്ടാണ് കേട്ടോ. അതിൽ വൈറ്റ് സോസിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല. പിന്നെ ഇതിന് മുമ്പ് ഈ ഒരു വൈറ്റ് സോസ് വെച്ചിട്ട് നമ്മളൊരു സമൂസയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോസ് എന്തായാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ, ഈ കട്ടയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഈ ഒരു പിസ്സയിലേക്കുള്ള ബേസ് ഉണ്ടാക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മാവ് കുഴക്കാനും പരത്താനും ഒന്നും നിൽക്കണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഇതിലേക്കുള്ള ബേസ് ബ്രെഡും മുട്ടയും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് 3 കോഴിമുട്ട ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ എത്ര കോഴിമുട്ടയാണോ എടുക്കുന്നത് അതേ അളവിൽ ബ്രെഡ് സ്ലൈസസും എടുക്കുക. അപ്പോൾ ഞാനിവിടെ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 3 ബ്രെഡ് സ്ലൈസസ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ കോഴിമുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് സെപ്പറേറ്റ് ഇനി വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, ഈ ഒരു കോഴിമുട്ട മാത്രം മതി. ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിൽ ഇതുപോലെ കുറച്ച് ബട്ടർ ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡും കോഴിമുട്ടയുള്ള മാവില്ലേ അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വെരി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാപ്സിക്കം, സവാളയും തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മളിവിടെ വേവിക്കാൻ വെച്ചിട്ടുള്ള ബ്രെഡും കോഴിമുട്ടയും ഇവിടെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ.
ഇനി അതിന് മുകളിലായിട്ട് പിസ്സ സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ പിസ്സ സോസ് ഉള്ളതുകൊണ്ടാണ് അതിതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ ടൊമാറ്റോ സോസും ചില്ലി സോസും ഒരേ അളവിലെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഇതുപോലെ വെജിറ്റബിൾസും വെച്ച് കൊടുക്കുക. വെജിറ്റബിൾസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വഴറ്റിയിട്ട് ചേർക്കാം കേട്ടോ. ഞാനിവിടെ പച്ചക്കാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മളിവിടെ റെഡിയാക്കിയിട്ടുള്ള വൈറ്റ് സോസും കൂടെ ചേർക്കുന്നുണ്ട്. ഞാനത് കട്ടയായതുകൊണ്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. എന്നിട്ട് വെരി ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കും. അപ്പോഴേക്കും നമ്മുടെ പിസ്സ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണല്ലേ. അപ്പോൾ നിങ്ങളത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രീമി ആയിട്ടുള്ളൊരു പിസ്സയാണ്. നമുക്ക് പെട്ടെന്നൊക്കെ ഒരു പിസ്സ കഴിക്കാൻ തോന്നിയാൽ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്